മക്ക എൻ്റെ പുണ്യസ്ഥലമാണ്. ആ സ്ഥലത്തെ ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ മാതൃരാജ്യമായ ഇന്ത്യയാണ്. സ്വതന്ത്ര സമരം അവസാനിപ്പിച്ചാൽ നിങ്ങളെ നിങ്ങളുടെ പുണ്യസ്ഥലമായ മക്കയിലേക്ക് അയക്കാമെന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഭരണാധികാരിയോട് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന ധീരനായ പോരാളി പറഞ്ഞ വാക്കുകളാണിത്. ഒടുവിൽ എന്നെ മുന്നിൽ നിന്ന് വെടിവെക്കണമെന്ന് പറഞ്ഞ പിറന്ന നാടിന് വേണ്ടി മരണമേറ്റുവാങ്ങിയ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന ധീരനായ സ്വതന്ത്ര സമര സേനാനിയുടെ പേര് കേട്ടാൽ തന്നെ സംഘപരിവാരത്തിന് ചൊറിച്ചിലാണ്. ആഷിഖ് അബു പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി വാര്യം കുന്നൻ എന്ന ചിത്രം പ്രഖ്യാപിച്ചത് മുതൽ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന പോരാളിയെ വളരെ മോശമായ രീതിയിലും ഭാഷയിലും വിമർശിച്ചവരാണ് സംഘപരിവാർ അനുകൂലികളും നേതാക്കളും. ഇപ്പോഴിതാ വീണ്ടും വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്കെതിരെ വിദ്വേഷ പരാമർശവുമായി ഇക്കൂട്ടർ എത്തിയിരിക്കുകയാണ്. ഇത്തവണ ഈ സ്വതന്ത്ര സമര പോരാളിയെ അധിക്ഷേപിച്ചത് BJPയുടെ ദേശീയ ഉപാധ്യക്ഷനായ AP അബ്ദുള്ള കുട്ടിയാണ്. ലോകത്തിലെ ആദ്യ താലിബാൻ നേതാവായിരുന്നു വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന അങ്ങേയറ്റം വിദ്വേഷപരമായ പ്രസ്താവനയാണ് AP അബ്ദുള്ള കുട്ടി ഇന്ന് നടത്തിയിരിക്കുന്നത്. കണ്ണൂരിൽ യുവമോർച്ചയുടെ പരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിലായിരുന്നു അബ്ദുള്ള കുട്ടി ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പൊരുതി മരിച്ച വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്കെതിരെ വിദ്വേഷപരമായി ഈ പരാമർശം നടത്തിയത്. വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ലോകത്തിലെ ആദ്യത്തെ താലിബാൻ നേതാവായിരുന്നുവെന്നും മാപ്പിള ലഹള സ്വതന്ത്ര സമരമല്ല മറിച്ച് ഹിന്ദു വേട്ടയായിരുന്നു എന്നുമാണ് അബ്ദുള്ള കുട്ടിയുടെ പരാമർശം. വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പോരാടിയത് ബ്രിട്ടീഷുകാർക്കെതിരെയാണെന്നും അന്ന് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്കൊപ്പം മതവും ജാതിയും നോക്കാതെ നിരവധി പേർ ഈ രാജ്യത്തിന്റെ സ്വതന്ത്ര സമരത്തിൽ പോരാടിയിട്ടുണ്ടെന്ന് അബ്ദുള്ള കുട്ടിയെ പോലുള്ളവർക്ക് നല്ല പോലെ അറിയാം. പിന്നെ എന്തിനാണ് അബ്ദുള്ള കുട്ടി ഈ പരാമർശം നടത്തിയത് എന്നല്ലേ? BJP അവരുടെ ദേശീയ ഉപാധ്യക്ഷ സ്ഥാനം പോലും നൽകി ദേശീയ മുസ്ലിം എന്ന് ഓമനിച്ച് വിളിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഇതെങ്കിലും പറയാതിരിക്കാൻ അബ്ദുള്ള കുട്ടിയെ പോലുള്ളവർക്കാവില്ല. പക്ഷേ ഉപാധ്യക്ഷ സ്ഥാനം നൽകിയ BJPയെ സുഖിപ്പിക്കേണ്ടത് സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ച ഒരു സ്വതന്ത്ര സമര സേനാനിയെ കുറിച്ച് അധിക്ഷേപ പ്രസംഗം നടത്തിക്കൊണ്ടായിരുന്നില്ല. നാളെ രാജ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഒരു സ്വതന്ത്ര സമര സേനാനിയെ അപമാനിക്കാൻ അബ്ദുള്ള കുട്ടിയെ പോലുള്ള സംഘികൾക്കല്ലാതെ മറ്റാർക്കും കഴിയുകയുമില്ല. ഇനി അബ്ദുള്ള കുട്ടി ഒരു കാര്യം കൂടി പഠിക്കണം. 1894 ബ്രിട്ടീഷുകാർക്കെതിരെ മണ്ണാർക്കാട് നടന്ന പ്രക്ഷോഭത്തിന്റെ പേരിൽ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പിതാവ് മൊയ്തീൻ കുട്ടി ഹാജിയെ അന്നത്തെ ബ്രിട്ടീഷ് കോടതി ആൻഡമാനിലേക്ക് നാടുകടത്തുകയും അദ്ദേഹത്തിന്റെ തറവാടിന്റെ 200 ഏക്കർ ഭൂമി കണ്ടുകെട്ടുകയും ചെയ്തപ്പോൾ ഒരു ബ്രിട്ടീഷുകാരന്റെയും ചെരുപ്പ് നക്കിക്കൊടുക്കാൻ വാര്യം കുന്നത്തിന്റെ പിതാവ് മൊയ്തീൻ കുട്ടി ഹാജി തയ്യാറായിരുന്നില്ല. ആ പിതാവിന്റെ മകനാണ് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അവസാനം ബ്രിട്ടീഷുകാർ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ മക്കയിലേക്ക് വിടാം എന്ന ആനുകൂല്യം ബ്രിട്ടീഷ് സർക്കാർ നൽകിയപ്പോൾ അപ്പോഴും വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഒരു ബ്രിട്ടീഷുകാരന്റെയും ഷൂ നക്കി കൊടുക്കാനോ മാപ്പെഴുതി കൊടുക്കാനോ തയ്യാറായിട്ടില്ല. അങ്ങനെ മാപ്പെഴുതി കൊടുത്തവരും ഷൂ നക്കി കൊടുത്തവരുടെയും ആൾക്കാരാണ് ഇന്ന് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലുള്ളവർക്കെതിരെ അധിക്ഷേപ പ്രസംഗം നടത്തുന്നത്. മലബാർ കലാപത്തെ ഹിന്ദുവേട്ടയായി ചിത്രീകരിച്ച അബ്ദുള്ള കുട്ടി മറന്നുപോയ ഒരു ചരിത്രം കൂടിയുണ്ട്. വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ സൈന്യത്തിന്റെ ക്യാപ്റ്റനായിരുന്ന താമി ഒരു ദളിതനായിരുന്നു. പാണ്ഡ്യാട് നമ്പീശനെ പോലെ മേൽജാതിയായി പരിഗണിക്കപ്പെട്ടയാളും സൈന്യ പദവിയിലുണ്ടായിരുന്നു. വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഒരേ ഒരാളെ മാത്രമാണ് തലയറുത്ത് കുന്തത്തിൽ കുത്തി പ്രകടനം നയിച്ചത്. അത് മുസ്ലിമായ ചെക്കുട്ടി അധികാരിയെയാണ്. ഏതായാലും ഇതാദ്യമായല്ല BJP വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്കെതിരെ രംഗത്തെത്തുന്നത്. നേരത്തെ പൃഥ്വിരാജിനെ നായകനാക്കി ആഷിഖ് അബു വാര്യം കുന്നൻ എന്ന പേരിൽ സിനിമ പ്രഖ്യാപിച്ചപ്പോൾ സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വില്ലനാക്കി BJP സഹയാത്രികനായ അലി അക്ബർ ഒരു സിനിമയും പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ പണപ്പിരിവ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഏതായാലും നാളെ രാജ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഒരു സ്വതന്ത്ര സമര സേനാനിയെ അപമാനിച്ച അബ്ദുള്ള കുട്ടിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.